ഫെയർവെൽ വരാം. എവിടേക്കാണ് ഇവർ ഒഴുകിക്കെട്ടി പോകുന്നതെന്നായിരിക്കും നിങ്ങൾ വിചാരിക്കുന്നത്. അങ്ങനെ 2 വർഷത്തെ കഷ്ടതകൾ നിറഞ്ഞ DLED ജീവിതത്തിന് വിരാമമിട്ടുണ്ട് ജൂനിയേഴ്സ് ഞങ്ങൾക്ക് ഫെയർവെൽ തന്നു. കോഴ്സ് തീർന്നതിൻ്റെ പരമാനന്ദം എനിക്കുണ്ടെങ്കിലും വേണ്ട ഈ ഫോട്ടോസ് കാണുമ്പോൾ ഉള്ളിൻ്റെ ഉള്ളിലൊരു വിഷമവും ഉണ്ട്. ഈ 2 വർഷം കൊണ്ട് എനിക്ക് കിട്ടിയ നല്ല കുറേ ഫ്രണ്ട്സുകളെയാണ് നിങ്ങൾ ഈ കാണുന്നത്. പിന്നെ ആ വിഷമം മാറ്റാനും വേണ്ടി ജൂനിയേഴ്സ് നമുക്ക് കുറച്ച് ചോക്ലേറ്റ്സും പിന്നെ വെള്ളവും ഒക്കെ തന്നു. അത് കിട്ടിയപ്പോൾ പകുതി വിഷമവും മാറി. പിന്നെ ടീച്ചേഴ്സ് എല്ലാം മാറിയും തിരിഞ്ഞ് ഞങ്ങളെപ്പറ്റി പൊക്കി പറയാൻ തുടങ്ങി. കരിയറിലെ തന്നെ നല്ല ബാച്ച് ഞങ്ങളുടെ ആണെന്നാണ് അവർ പറഞ്ഞത്. സത്യമായിട്ടും. പിന്നെ അവിടെയുള്ള എല്ലാവരെയും പറ്റി ഓരോരുത്തരും മാറി മാറി സംസാരിച്ചു. എല്ലാവരും ആദ്യം നല്ലതായിട്ട് സംസാരിച്ചു വന്നു. പക്ഷെ അവസാനമാകുമ്പോഴത്തേക്കിന് എല്ലാവരും നല്ല ഇമോഷണലായി. കൂടുതലും എല്ലാവരും കരയാൻ തുടങ്ങി. എനിക്കും അത് കണ്ടപ്പോൾ നല്ല വിഷമം വന്നു. ഓരോരുത്തരും അവരവരുടെ അനുഭവങ്ങൾ പറഞ്ഞപ്പോൾ ഞാനും ഇങ്ങനെ ഇമാജിൻ ചെയ്ത് നോക്കിയതായിരുന്നു. സത്യമാണല്ലോ, ആദ്യമായിട്ട് കോളേജിൽ വന്നതും ഇപ്പോൾ പോകാൻ പോകുന്നത് എത്ര പെട്ടെന്നാണ് സമയം പോയതെന്നോ. പിന്നെ നമ്മുടെ ജൂനിയേഴ്സിൻ്റെ വക ഒരു ഡാൻസ് പ്രോഗ്രാമും ഉണ്ടായിരുന്നു. പിന്നെ നമ്മുടെ ഹരിയും ഡാൻസ് കളിച്ചു. പിന്നെ പ്രിൻസിപ്പൽ സാറിനും ടീച്ചേഴ്സിനും ഞങ്ങൾ ഗിഫ്റ്റ് കൊടുത്തു. പിന്നെ ഞങ്ങൾ സ്വന്തം സുന്ദരിയായ ധന്യ ടീച്ചറിന് ഞങ്ങളൊരു വെറൈറ്റി ഗിഫ്റ്റ് തന്നെ കൊടുത്തു, ഒരു ഫോട്ടോ ഫ്രെയിം. വെറൈറ്റി അല്ലേ. പിന്നെ ലാസ്റ്റ് ഒന്ന് കുറേ ഫോട്ടോസും റീൽസും എടുത്തു. അതിനുശേഷം ഫുഡ് കഴിക്കാൻ പോയി. കോളേജിലിരുന്ന് ഞങ്ങൾ ഒരുമിച്ച് കഴിക്കുന്ന ലാസ്റ്റ് ഫുഡാണിത്. നല്ല ഫുഡായിരുന്നു. ചിക്കൻ ഫ്രൈഡ് റൈസും സദ്യയും ഉണ്ടായിരുന്നു. പിന്നെ കൂടെ ഐസ്ക്രീമും. പിന്നെ അവസാനമായിട്ട് കുറേ വീഡിയോസും എടുത്ത് എല്ലാവരും ഒരുമിച്ച് നിന്ന് ഡാൻസും കളിച്ച് നമുക്കിപ്പോൾ നമ്മുടെ സ്വന്തം തന്നെ ടീച്ചർ നിന്ന് ഡാൻസ് കളിക്കുന്നത് കാണാം. ഇനി ഞങ്ങൾക്ക് ഒരിക്കലും ഇങ്ങനെ കളിക്കാൻ പറ്റില്ലല്ലോ എന്ന വിഷമത്തിലാണ്. അപ്പോൾ കൂടുതലൊന്നും പറയുന്നില്ല. ലവ് യു ആൻഡ് ബൈ.